ഇവർക്ക് ആരെങ്കിലും ജയിച്ച് മന്ത്രിയാവണം. ഇപ്പം ഇവരെ തിരുവനന്തപുരത്ത് ഒരാൾ മത്സരിക്കുന്നുണ്ട്, ഒരാൾ തൃശ്ശൂർ മതി, രണ്ടുപേരും മന്ത്രിയാവാനാണ് മത്സരിക്കുന്നത്. രണ്ടുപേരും തോക്കേണ്ടത് രണ്ടുപേരുടെയും ആവശ്യമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ആവശ്യമല്ല, അവരുടെ തന്നെ ആവശ്യമാണ്. കാരണം ഈ തൃശ്ശൂർ മത്സരിക്കുന്ന ആൾ ജയിച്ചാൽ മന്ത്രിയാവും, മറ്റേ ആൾക്ക് അയാൾ തോപ്പിക്കണം. തമ്മി കണ്ടാൽ മിണ്ടില്ല. ഇത് കോൺഗ്രസ് ഇന്ന് എവിടെ നിർത്തിക്കുന്നോ അവിടെയാണ് BJP തുടങ്ങിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. കാരണം ഇവിടെ നിന്ന് കുഴപ്പം പിടിച്ച ആളുകളെയൊക്കെയാണ് അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കെ മുരളീധരൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് സഹോദരിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ എന്തോന്ന് ബന്ധം? അല്ലെങ്കിൽ എന്തോന്ന് ബന്ധം? അവർ ഇലക്ഷൻ എന്ന് പറയാൻ തോപ്പിക്കാൻ നോക്കിയത് ഇയാൾ തന്നെ. എൻ്റെ കാര്യം എനിക്ക് ജയിക്കാമെന്ന് അപ്പുറത്തേക്ക് ഒരു കാര്യമില്ലാത്ത ആളാണ് ഈ കെ മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമേ, അദ്ദേഹത്തിൻ്റെ കാറ്റിനനുസരിച്ചാണ് നിലപാടുകൾ. അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇന്ത്യ കോൺഗ്രസിൽ നിർത്തി വെളികളയും, പിന്നെ ഒന്നുമില്ല. മറ്റിടത്ത് ഈ പറഞ്ഞ സഹോദരി പോയിടത്തേക്ക് പുറകെ പോവും, യാതൊരു സംശയം വേണ്ട. നരേന്ദ്രമോദി എറണാകുളത്ത് വന്ന് ഗുരുവായൂരിൽ വന്ന് സ്വർണ്ണ താലം സ്വീകരിച്ചത് കൊണ്ടോ സ്വർണ്ണ കിരീടം വെച്ചതുകൊണ്ടോ ഒന്നും കേരളത്തിലെ ജനങ്ങളുടെ മതേതരത്വം മാറുകയില്ല എന്ന് നരേന്ദ്രമോദിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ B. മുരളീധരൻ അവിടെ കണ്ട് സത്യാഗ്രഹം ഇരിക്കുന്നത്. ഇയാൾ സാധാരണ ഞാൻ കാണുന്നത് ആകാശവാണിയിലൂടെയാണ്. കാരണം ഇങ്ങനെ TV-യിലെ കണ്ടിട്ടുള്ള അങ്ങനെ ഒരാളെ ഭൂമിയിൽ കണ്ടതായി ഓർക്കുന്നില്ല. ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, നമ്മളെ നാട്ടുമ്പുറത്തിറങ്ങി ചോദിക്കുന്ന ആൾക്കാരത് ഈ BJP-കാരനെ കൊണ്ട് പഞ്ചായത്ത് മെമ്പറാവട്ടെ, MLA ഇല്ല. രാജഗോപാൽ സാറായിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഇല്ല. വളരെ ബഹുമാന്യനാണ്, ആദരണീയനാണ്, മുതിർന്ന നേതാവാണ്, സമ്മതിച്ചു. അദ്ദേഹം ഇപ്പോൾ ഇല്ല. അദ്ദേഹം നിയമസഭയിൽ വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം പെരുമാറിയത്, അതൊക്കെ നമുക്കറിയാം. മുഖ്യമന്ത്രിയെയും ശ്രീരാമകൃഷ്ണനെയും ഒക്കെ പുകഴ്ത്തി സംസാരിച്ചിട്ടുമുണ്ട്. സത്യം വേണ്ട സത്യം എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ. പക്ഷേ ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം, ഏതെങ്കിലും ഒരു BJP മന്ത്രി ഇവിടുന്ന്, അൽഫോൺസ് കണ്ണന്താനം ഇവിടുന്ന് മന്ത്രിയായി, ആർക്കെങ്കിലും 5 പൈസയുടെ ഗുണം, ഒരു കുട്ടി ശിവാർശ, ഒരു കോളേജ് അഡ്മിഷനെങ്കിലും അവർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരു കോളേജ് അഡ്മിഷൻ വേണ്ട, ജോലിയൊന്നും വേണ്ട, ഒരു കോളേജ് അഡ്മിഷൻ. അത് കഴിഞ്ഞ് V. മുരളീധരൻ, അദ്ദേഹം ഒരു മന്ത്രിയാണ്, ഒരു കോളേജ് അഡ്മിഷൻ. ഒരു ബിഷപ്പിനോട് പറഞ്ഞു, ഇപ്പോൾ ബിഷപ്പന്മാരെല്ലാം പോക്കറ്റിലുണ്ടെന്നാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ബിഷപ്പിനോട് പറഞ്ഞൊരു അഡ്മിഷൻ ഏതെങ്കിലും ഒരു BJP-കാരന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പൊതുജനത്തിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അഭിമാനത്തോടെ പറയാം. പലരും അഡ്മിഷൻ വരുമ്പോൾ ബിഷപ്പന്മാരെ വിളിച്ചിട്ടുണ്ട്, SNDP യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട്, NSS ജനറൽ സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട്, KPMS-ൻ്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട്, അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അവരെ കോളേജുകളിലൊക്കെ. പക്ഷേ ഇവരൊരു അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു സ്ഥലം മാറ്റം അവർക്ക് ആർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് വെള്ളം ഉണ്ടാക്കുന്നതിൽ ഏതെങ്കിലും ഒരു കേസ് പോലീസിന് മുമ്പിൽ ഒത്തുതീർപ്പാക്കാനോ നല്ല നടത്താനോ അവർ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തോ ഇതൊരു എന്നാ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല.